ഹാർട്ട്ലി ഓസിലേറ്റർ. സർക്യൂട്ട് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ കണ്ടു, അതേപോലെ തന്നെയാണ് ഹാർട്ട്ലി ഓസിലേറ്ററിന്റെയും സർക്യൂട്ട് ഡയഗ്രം. ഇതിലാകെ എന്താ വ്യത്യാസം? കോൾപിറ്റ്സ് ഓസിലേറ്ററിനകത്ത് 2 കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടർ, കോമൺ ഇൻഡക്ടർ. ഇതിലോ 1 കപ്പാസിറ്റർ, 2 ഇൻഡക്ടർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇൻഡക്ടേഴ്സ് L1 ആൻഡ് L2 placed across a common capacitor C. 2 ഇൻഡക്ടർ ഒരു കോമൺ കപ്പാസിറ്റർ ക്രോസ് കണക്ട് ചെയ്ത രീതിയിലാണ്. കോൾപിറ്റ്സിനകത്തോ 2 കപ്പാസിറ്റർ ഒരു കോമൺ ഇൻഡക്ടറിനെ ക്രോസ് കണക്ട് ചെയ്ത രീതിയിലാണ്. ഇതിലാകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ദി സെന്റർ ഓഫ് ദി 2 ഇൻഡക്ടേഴ്സ് ഈസ് ടാപ്ഡ്. ദി ടാങ്ക് സർക്യൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് L1, L2 and C. L2 returns the alternating component of collector output to the input by inducing a voltage in the coil L2. Radio frequency choke. RFC provide DC load for the collector, also keeps AC current out of DC supply. RFC എന്തെയും ഹൈ ഫ്രീക്വൻസി കറണ്ടിന് ഹൈ ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ നോക്കാം. And the supply is applied, the capacitor C is charged and fully charged capacitor discharges to the coil L1 and L2, setting up oscillation. Frequency of oscillation determined by the values L1, L2 and C. ഇതിൽ നമ്മൾ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? L1, L2 കൂടി ഡിസ്ചാർജ് ചെയ്യും. ഇതിലെന്ത് ചെയ്യും? ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻ ഫ്രീക്വൻസി ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? വാല്യൂസ് ഓഫ് L1, L2 ആൻഡ് C. L1ന്റെയും L2ന്റെയും കപ്പാസിറ്റർ സിയുടെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിനകത്തുള്ള ഓസിലേഷൻ ഫ്രീക്വൻസി. അതേപോലെ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് കോയിൽ L1 ആൻഡ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് പ്രൊവൈഡഡ് ബൈ കോയിൽ L2. ഈ കോയിൽ L2നകത്തുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ബേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതിലെന്താ? Voltage across L2 is 180 degree out of phase with the voltage across L1. Voltage developed across coil L2 provide the regenerative feedback required for sustained oscillation. നമ്മൾ കോൾപിറ്റ്സിനകത്ത് കണ്ട അതേപോലെ തന്നെയാണ് ഇതിൽ ഇൻഡക്ടർ L2നെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് L1 ആയിരിക്കും. ഈ വോൾട്ടേജ് ആണ് നമ്മൾ ബേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഫീഡ്ബാക്ക് ചെയ്യുന്ന എന്തിനാ? ഇതിലുള്ള ലോസസ്, ടാങ്ക് സർക്യൂട്ടിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോസസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫീഡ്ബാക്ക്. അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംപ്ലിഫൈഡ് സിഗ്നൽ അതിനനുസരിച്ച് വരും. അപ്പൊ ഈ ആംപ്ലിഫൈഡ് സിഗ്നലിനനുസരിച്ചായിരിക്കും കപ്പാസിറ്ററിൽ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുക, അല്ലേ? അതേപോലെ വോൾട്ടേജ് അക്രോസ് L2 ആണ് ഫീഡ്ബാക്ക് ചെയ്ത് ബേസിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിലെന്താ? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് വോൾട്ടേജ് അക്രോസ് L1. അതേപോലെ എന്താ? another 180 degree phase shift is provided by the common emitter amplifier circuit. Thus total 360 degree phase shift. ഇതിലെന്തായി? ഒരു 180 degree phase shift ഈ ഇൻഡക്ടർ L2. അതേപോലെ another 180 degree phase shift ഏത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. അപ്പൊ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയായി? 360 ഡിഗ്രി, thereby making feedback പോസിറ്റീവ്, എസെൻഷ്യൽ ഫോർ ഓസിലേഷൻ. ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താ? പോസിറ്റീവ് ഫീഡ്ബാക്ക് എസെൻഷ്യൽ ആണല്ലേ. അപ്പൊ അതിനുവേണ്ടി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയായി? 360 ഡിഗ്രി ആയില്ലേ? ഒന്ന് ഈ ഇൻഡക്ടറിനെ ക്രോസ് ഉള്ള 180 ഡിഗ്രി, അതേപോലെ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ 180 ഡിഗ്രി. ഇനി ഇതിലുള്ള ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഗിവൺ ബൈ F ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് LC. ഇതിൽ L എന്തായിരിക്കും? L1 പ്ലസ് L2 പ്ലസ് 2m. Frequency of oscillation is equal to 1/2π root LC hertz. ഇതിൽ L1, L2 സീരീസ് കണക്ഷൻ ആവുന്ന സമയത്ത് L1 പ്ലസ് L2 പ്ലസ് 2m. ഇതില് M എന്ന് പറയുന്നത് എന്താ? മ്യൂച്വൽ ഇൻഡക്ടൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2. 2 ഇൻഡക്ടറും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് കൂടി കൺസിഡർ ചെയ്യണം. ഇതിൽ ആ ടോട്ടൽ ഇൻഡക്ടൻസ് എല്ലായിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്ന. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ is equal to 1/2π root LC. നോക്കൂ, ഇതെന്താ? V0 പറയുന്നത് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് L1. അതേപോലെ L2 ക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയി വരുന്നത് VF. ഇത്
ഈ വി എഫ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് V0 ആയിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഈ കോമൺ എമിറ്ററിന്റെ 180 ഡിഗ്രി, അങ്ങനെയാണ് ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇതിനകത്ത് വരുന്നത്.